അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സക്സസീവ് ഡിഫറൻസിയേഷൻ ആണ്. നമുക്ക് വൈ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ തന്നു. അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ആണ് 2x. ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ, ഡി വൈ ബൈ ഡി എക്സ് ആയ 2x ഒരു തവണ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2xൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2 ആണ്. ഇതിനെ പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. വൈനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആകും. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ വൈ ഡാഷ് എന്ന് സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് വൈനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ വൈ ഡാഷ് ഡാഷ് വൈ ഡബിൾ ഡാഷ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കണ്ടു. എക്സ് സ്ക്വയറിനെ ആദ്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 2x ആയി, 2xനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 2 ആയി. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് y equal e raised to x, find d square y by dx square ആണ്. y equal e raised to x അല്ലേ? ആൻസർ ആണ് ഞാൻ പറയുന്നത്. y equal e raised to x ആണ്. dy by dx എന്താണ്? e raised to x ആണ്. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ, d square y by dx square. e raised to x ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും അതെന്ത് തന്നെയായിരിക്കും? ഇ റേസ് ടു എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഇ റേസ് ടു എക്സ് ൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വൈ ഈക്വൽ സൈൻ എക്സ് എന്ന് എഴുതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ കാണും? ഡി വൈ ബൈ ഡി എക്സ്. അത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ, കോസ് എക്സിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് കാണണം. അത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറായി ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്നുള്ളതിൻ്റെ ആൻസറായി. ഇനി ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ, ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ലോഗ് എക്സ്. നമ്മൾ കൊടുക്കുന്നത് വൈ ഈക്വൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നാണ്. ഇപ്പോൾ 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ്. ഇങ്ങനെയും വരാം ക്വസ്റ്റ്യൻ. 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ്. ആദ്യത്തെ ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷനായ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അതായത് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ഇറക്കി എഴുതി. അതായത് ഇതും നമുക്ക് സെപ്പറേറ്റ്ലി ആൻസർ കാണണമല്ലോ. എക്സ് ഇൻറ്റു 1/x എഴുതി, പ്ലസ് ഇറക്കി എഴുതി, ലോഗ് എക്സും ഇറക്കി എഴുതി, ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. ഈ പ്ലസ് ഇവിടെ ഉണ്ടല്ലോ, എക്സും എക്സും ക്യാൻസൽ ചെയ്തപ്പോൾ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 ലോഗ് എക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1 പ്ലസ് ലോഗ് എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് കിട്ടിയത്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാൽ ഇപ്പോൾ കിട്ടിയ ആൻസറിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് കാണണ്ടേ? ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ നടുവിൽ പ്ലസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടില്ലേ? 1 പ്ലസ് ആണ്. അപ്പം നമ്മൾ ഡി ബൈ ഡി എക്സും സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ പഠിച്ചിട്ടുള്ളത്? ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഒന്നിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ആൻസർ എന്താ? 1/x. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 പ്ലസ് ലോഗ് എക്സ്, അതിന് ഒന്നുകൂടി ഡെറിവേറ്റീവ് കണ്ടപ്പോൾ 1/x എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് y ഈക്വൽ a sin x plus b cos x, prove that d square y by dx square plus y equal 0.
എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? d²y/dx² പ്ലസ് y 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ LHS = RHS പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? d²y/dx² ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആദ്യം dy/dx കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ y തന്നിട്ടുണ്ട്, y a sin x പ്ലസ് b cos x. അപ്പം നമ്മൾക്കറിയാലോ എയും ബിയും കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? മിക്കവാറും എയും ബിയും കോൺസ്റ്റൻറ്റുകളായിരിക്കും. അപ്പോൾ dy/dx കാണാൻ നടുവിലൊരു പ്ലസ്സും ഉണ്ട്. പ്രൊഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യരുത്. എയും ബിയും ഉള്ള സമയത്ത് എയും ബിയും ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം, ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. തെറ്റിക്കരുത്. അപ്പോൾ നടുവിലൊരു പ്ലസ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. a sin x പ്ലസ് d/dx ഓഫ് b cos x എന്ന് സ്പ്ലിറ്റ് ചെയ്യൂലേ? എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ പുറത്തെടുത്തിട്ട് d/dx ഓഫ് sin x, sin xൻ്റെ d/dx കാണണം, അത് cos x ആണ്. പ്ലസ് b പുറത്തെടുത്തിട്ട് cos xൻ്റെ d/dx കാണണം, അത് മൈനസ് sin x ആണ്. നമുക്ക് ആൻസർ കിട്ടിയത് എന്താ? a cos x പ്ലസ് b ഇൻറ്റു മൈനസ് sin x അല്ലത്, നമുക്ക് മൈനസ് b sin x എന്ന് എഴുതാം. ഇപ്പം കിട്ടിയതാണ് dy/dx. ഇനി d²y/dx² കാണാൻ ഇപ്പം കിട്ടിയ dy/dxന് ഇതല്ലേ dy/dx കിട്ടിയത്, ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. d/dx ഓഫ് a cos x പ്ലസ് മൈനസ് b sin x. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തപോലെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുക. d/dx ഓഫ് a cos x പ്ലസ് മൈനസും അതുപോലെ തന്നെ കിട്ടും. പ്ലസ് മൈനസും വന്നാലും മൈനസ് തന്നെയാണല്ലോ, ഇത് രണ്ടിലും ഒരെണ്ണം എടുത്താൽ മതി, മൈനസ് എടുക്കണുള്ളൂ നമ്മൾ. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആണ്. മൈനസ് ഇനി ഇവിടെയും സ്പ്ലിറ്റ് കൊടുത്തു, d/dx ഓഫ് b sin x. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എ കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. a d/dx ഓഫ് cos x അതെന്താ? മൈനസ് sin x ആണ്. a ഇൻറ്റു മൈനസ് sin x പ്ലസ് മൈനസ് b പുറത്തേക്ക് എടുത്തു, പിന്നെ sin xൻ്റെ അത് cos x ആണ്. അപ്പോൾ എന്തായി? a ഇൻറ്റു മൈനസ് a sin x മൈനസ് b cos x. ഓക്കെ, ഇപ്പോൾ നമുക്ക് d²y/dx² കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? d²y/dx² പ്ലസ് y ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരണം എന്നാണ് പറഞ്ഞത്? 0 വരണം. d²y/dx² എടുത്ത് എഴുതിയപ്പോൾ മൈനസ് a sin x മൈനസ് b cos x പ്ലസ് y a sin x പ്ലസ് b cos x ആയിരുന്നു നേരത്തെ നമ്മൾ നോക്കിയത്. y ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി അറിയാം. അപ്പോൾ a sin x മൈനസ് a sin x പ്ലസ് a sin x അത് 0 ആണ്. മൈനസ് b cos x പ്ലസ് b cos x അതും 0 ആണ്. അപ്പോൾ ആൻസർ 0 എന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻ നമുക്കിനി ആൻസർ ചെയ്യാം. y = a e⁻x പ്ലസ് b e⁻2x ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് y" മൈനസ് 3y' പ്ലസ് 2y = 0 എന്നാണ്. അപ്പോൾ അതിൻ്റെ LHS = RHS എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. LHSൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. y" ഉണ്ട്, y' ഉണ്ട്, y ഉണ്ട്. ഓക്കെ, y അറിയാം, ae⁻x പ്ലസ് be⁻2x ആണ്. y' എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx കാണാനല്ലേ? അതെങ്ങനെ കാണും? ഈ d/dx ഓഫ് ae⁻x പ്ലസ് be⁻2x ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു പ്ലസ് നടുവിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. d/dx ഓഫ് ae⁻x പ്ലസ് d/dx ഓഫ് be⁻2x.
എ കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. പ്ലസ് താഴേക്ക് എഴുതി. ബി കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് ഇ റേസ് ടു 2x ആണ്. ബട്ട് 2xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. 2xൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഇത് മറന്നു പോകരുത് ഈ സ്റ്റെപ്പ്. അപ്പോൾ ആൻസർ എ ഇ റേസ് ടു എക്സ് പ്ലസ് 2ഉം ബിയും ഞാൻ അടുപ്പിച്ച് എഴുതാൻ പോവാണ്. 2b ഇ റേസ് ടു 2x എന്നായി. ഈ ബിയും ഈ 2ഉം നമ്മളെപ്പോഴും നമ്പർ ആയിരിക്കും ആദ്യം എഴുതുക. 2b ഇ റേസ് ടു 2x. ഇപ്പോൾ നമുക്ക് കിട്ടിയത് y ഡാഷ് ആണ്. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് y ഡബിൾ ഡാഷ് ആണ്. അതായത് d²y/dx². അതായത് y ഡാഷിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഇതാണ് y ഡാഷ് അല്ലോ, ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. d/dx ഓഫ് a ഇ റേസ് ടു എക്സ് പ്ലസ് 2b ഇ റേസ് ടു 2x. അപ്പോൾ കോൺസ്റ്റൻറ്റുകളായിട്ട് എയും ഉണ്ട് 2bയും ഉണ്ട്, ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് പ്ലസ് ആണല്ലോ നടക്കുക, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. d/dx ഓഫ് a ഇ റേസ് ടു എക്സ് പ്ലസ് d/dx ഓഫ് 2b ഇ റേസ് ടു 2x. എ കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. d/dx ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. പ്ലസ് താഴേക്ക് ഇറക്കി എഴുതി. d/dx ഓഫ് 2b, അത് കോൺസ്റ്റൻ്റ് ആണ്. 2b ഇ റേസ് ടു 2xൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു 2x ആണ്. അവിടെ വെച്ച് നിർത്തരുത്. 2xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ എ ഇ റേസ് ടു എക്സ് പ്ലസ് ഈ 2 × 2 എന്താക്കി 4b ഇ റേസ് ടു 2x എന്നാക്കി. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് y ഡബിൾ ഡാഷ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? y ഡബിൾ ഡാഷ് -3y ഡാഷ് പ്ലസ് 2y ആണ് 0 ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. 0 ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. LHS ആണ് ഞാൻ എഴുതിയത്. LHS ഈക്വൽസ് ഇതാണ്. RHS 0 ആണ്. RHS ആവുന്നുണ്ടോ എന്ന് നോക്കാം. y ഡബിൾ ഡാഷ് എന്നാൽ a ഇ റേസ് ടു എക്സ് പ്ലസ് 4b ഇ റേസ് ടു 2x മൈനസ് 3 y ഡാഷ് എന്താണ് നമുക്ക് കിട്ടിയത് നേരത്തെ? a ഇ റേസ് ടു എക്സ് പ്ലസ് 2b ഇ റേസ് ടു 2x. a ഇ റേസ് ടു എക്സ് പ്ലസ് 2b ഇ റേസ് ടു 2x പ്ലസ് 2y കിട്ടിയത് എന്താ? y ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. a ഇ റേസ് ടു എക്സ് പ്ലസ് b ഇ റേസ് ടു 2x. ഇനി ഇതെല്ലാം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2ഉം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ a ഇ റേസ് ടു എക്സ് പ്ലസ് 4b ഇ റേസ് ടു 2x മൈനസ് 3a ഇ റേസ് ടു എക്സ് വീണ്ടും മൈനസ് 3 × 2 മൈനസ് 6b ഇ റേസ് ടു 2x പ്ലസ് 2 അകത്തേക്ക് കൊടുക്കണമല്ലോ. 2a ഇ റേസ് ടു എക്സ് പ്ലസ് 2b ഇ റേസ് ടു 2x. ഇതെല്ലാം ക്യാൻസൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു ഇ റേസ് ടു എക്സ് ഉണ്ട്, 2a ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പം മൊത്തം 3a ഇ റേസ് ടു എക്സ് ആയി. അതിൻ്റെ കൂടെ മൈനസ് 3a ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 0. 4b ഇ റേസ് ടു എക്സ് ഉണ്ട്, 2b ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ 6b ഇ റേസ് ടു എക്സ് മൈനസ് 6b ഇ റേസ് ടു എക്സ്, അതും 0. അപ്പോൾ ആൻസർ 0 ആണ് കിട്ടുന്നത്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സൈൻ എക്സ്. ഇപ്പോൾ 2 തവണ എക്സ് സൈൻ എക്സിന് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. y ഈക്വൽ എക്സ് സൈൻ എക്സ്. ഓക്കെ, 2 ഫംഗ്ഷൻ അല്ലേ, എക്സ് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ആദ്യം യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ആണ്. അതിന് ഇങ്ങനെ പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d/dx ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു d/dx ഓഫ് എക്സ്. ഇതിൻ്റെയും ആൻസർ നമ്മൾ സെപ്പറേറ്റ് എഴുതണം. ഓക്കെ, എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1.
എന്ന് ഭംഗിയായിട്ട് എഴുതുമ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ പ്ലസ് നടുവിലുണ്ടല്ലോ, അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, മറന്നു പോയരുത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സിമ്പിളായിട്ട് നമുക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാം, കോസ് എക്സ് ആണ്, അത് നമുക്ക് എഴുതാം. അതിന് മുമ്പ് ഇവിടെ നോക്കിയേ, എക്സ് കോസ് എക്സ് ഉണ്ട്. എക്സ് കോസ് എക്സ് കണ്ടല്ലോ, എക്സ് കോസ് എക്സ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ വേണം, അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂള്. പക്ഷെ ഇതിൻ്റെ ആൻസർ നമുക്ക് താഴെ ഡയറക്റ്റ്ലി പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം കേട്ടോ. ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ കൊടുത്താൽ മതി. അതെങ്ങനെയാണ്? ഫസ്റ്റ് ഫങ്ഷൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് cos x plus cos x into d by dx of x. Okay, x into cos x ൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇറക്കി എഴുതി, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 പ്ലസ് ഈ കോസ് എക്സ് താഴേക്ക് എഴുതി. ഈ കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് ആണ്. എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 കോസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഡെറിവേറ്റീവ് കണ്ടു, പ്രൊഡക്റ്റ് റൂൾ വേണ്ടവിടത്തൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. വൈ ഈക്വൽ എക്സ് സൈൻ എക്സ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 സൈൻ എക്സ് ആണ് 0 എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ എൽ എച്ച് എസ് എന്താണ്, ആർ എച്ച് എസ് എന്താണെന്ന് മനസ്സിലാക്കണം. ആർ എച്ച് എസ് 0 ആണ്. എൽ എച്ച് എസ് എടുത്തിട്ട് അത് ആർ എച്ച് എസ് ആക്കിയാൽ മതി. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണമല്ലോ, വേണ്ടേ? നമ്മുടെ എൽ എച്ച് എസിൽ അത് വേണം. ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണാം. വൈ ഈക്വൽ എക്സ് കോസ് എക്സ് ആണ്. ഒറ്റയടിക്ക് കണ്ടറിയാം, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഒരു ഫംഗ്ഷനാണ്, കോസ് എക്സ് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് cos x into d by dx of x. x into cos x ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. വീണ്ടും ഞാൻ കോസ് എക്സ് ഇറക്കി എഴുതി, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 1. ഭംഗിയാക്കി എഴുതുമ്പോൾ പ്ലസ് ഉണ്ടല്ലോ. ഓക്കെ, എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ എക്സ് ആദ്യം എഴുതണം കേട്ടോ. മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ്. ഇപ്പം കിട്ടിയതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അതെങ്ങനെ കാണുക? ഡി ബൈ ഡി എക്സ് ഓഫ്, ഇപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയ ആൻസറിൻ്റെ ഡി ബൈ ഡി എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഇത് പ്ലസ് നടുവിലുണ്ടല്ലോ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. നമുക്ക് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒറ്റയടിക്ക് അറിയാമല്ലോ, പ്ലസ് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അതറിയാം. ഇവിടെ എന്താ, പിന്നെയും നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് ആയി. മൈനസ് ഒരു കോൺസ്റ്റൻ്റ് പോലെ മൈനസ് പുറത്തേക്ക് എടുക്കാമല്ലോ. പ്ലസും മൈനസൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പ്ലസ് സൈൻ എക്സ് എന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, പ്ലസ് മൈനസ് സൈൻ എക്സ്. ഇനി നോക്കൂ, മൈനസ് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സിൽ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അപ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇടണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്
പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് മുകളിലുള്ള മൈനസ് സൈൻ എക്സ് ഇറക്കി എഴുതി. ഇനി മൈനസ് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കോസ് എക്സ് പ്ലസ് ഇറക്കി എഴുതി, സൈൻ എക്സ് ഇറക്കി എഴുതി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു 1 ആണ് പ്ലസ് മുകളിലുള്ള മൈനസ് സൈൻ എക്സ്. ഈ മൈനസ് സൈൻ എക്സ് വീണ്ടും ഇറക്കി എഴുതി. ഇനി ഈ നെഗറ്റീവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. മറന്നു വരുന്ന നെഗറ്റീവ് പുറത്തിട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടതാണ്. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഉണ്ട്, ഒരു മൈനസ് സൈൻ എക്സ്, 2 മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസ് 2 സൈൻ എക്സ്. ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എൽ എച്ച് എസിലേക്ക് പോവാം. എൽ എച്ച് എസ് എന്തായിരുന്നു? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 സൈൻ എക്സ് ആണ്. പ്ലസ് വൈ പ്ലസ് 2 സൈൻ എക്സ്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഞാൻ എടുത്തെഴുതാണ്. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് ആണ് പ്ലസ് വൈ എന്തായിരുന്നു? എക്സ് കോസ് എക്സ് ആയിരുന്നു പ്ലസ് ഇനി ഈ 2 സൈൻ എക്സും കൂടെ ഇറക്കി എഴുതി, 2 സൈൻ എക്സ്. ഇപ്പം എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്ക്. മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് അത് 0 ആയി. മൈനസ് 2 സൈൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ് അതും 0 ആയി. അപ്പോൾ ആൻസർ 0. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഷോ ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് വൈ. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എൽ എച്ച് എസ് ഈക്വൽ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എൽ എച്ച് എസ് ഈക്വൽ ആർ എച്ച് എസ്. അപ്പോൾ എൽ എച്ച് എസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇത് എൽ എച്ച് എസ്, ഇത് ആർ എച്ച് എസ്. അപ്പോൾ എൽ എച്ച് എസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണ്ടേ. വൈ ഈക്വൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പ്ലസ് ആണ് കേട്ടോ നടുക്ക്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, പ്ലസ് ഇറക്കി എഴുതി. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, അത് വെച്ച് നിർത്തരുത്. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് അതൊന്ന് സൈഡ് ചെയ്ത് നോക്കിയേ. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് -1 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഇ റേസ് ടു എക്സ് പ്ലസ് -1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇതുപോലെ തന്നെ. ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ് പ്ലസ് ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് കോൺസ്റ്റൻ്റ് പോലെയാണല്ലോ, -1 കോൺസ്റ്റൻ്റ് ആണല്ലോ, മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഇ റേസ് ടു എക്സ് വീണ്ടും ഇറക്കി എഴുതി, പ്ലസ് ഇറക്കി എഴുതി, മൈനസും ഇറക്കി എഴുതി. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് -1 ആണ്. അപ്പോൾ എന്താണ് ഇ റേസ് ടു എക്സ് പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1. അപ്പോൾ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇത് വൈ അല്ലേ ക്വസ്റ്റ്യൻ? നോക്കിയേ, വൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് അത് വൈ ആണ്. അതാണ് എന്ത്? ആർ എച്ച് എസ്. ഓക്കെ.